സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ 1,00,000-ത്തോളം പ്രവർത്തകരെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവല്ല, ആറന്മുള, ഹരിപ്പാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, റാന്നി, കോന്നി, അമ്പലപ്പുഴ, അടൂർ, ചങ്ങനാശ്ശേരി, കായംകുളം മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് ആവേശം വിതർന്നതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 9 നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. അതിനുള്ള വാഹനങ്ങൾ പാർക്കിങ്ങിന് ഏർപ്പാടുകൾ ചെയ്തു. വലിയ ജനപിന്തുണയുണ്ട്. ധാരാളം ആളുകൾ നരേന്ദ്രമോദിജിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള പാർട്ടിക്ക് അതീതമായിട്ടുള്ള ജനങ്ങളുടെ അവരെ ഒന്ന് നരേന്ദ്രമോദി ഒന്ന് കാണണം എന്നുള്ള നിലയ്ക്ക് അവർ വിളിക്കുന്നുണ്ട്. അതിന് അവർക്ക് പ്രത്യേക ഇരിപ്പിടം ഉണ്ടാക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ വരുന്നത്. എല്ലാം കൊണ്ടും തിരുവല്ല നിയോജകമണ്ഡലത്തിനും പത്തനംതിട്ടയിലേക്കും കേരളത്തിനും ഏറ്റവും അഭിമാനമായി മാറാൻ പോകുന്നതാണ് നരേന്ദ്രമോദിയുടെ. NDA ഏറ്റവും വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവല്ല. അനൂപ് ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് പ്രധാനമന്ത്രി നേരിട്ട് തിരുവല്ലയിലെത്തുന്നത് പ്രവർത്തകരുടെ ആവേശവും ആത്മവിശ്വാസവും ഇരട്ടിയാക്കുന്നു. ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വട്ടം പാർട്ടി പ്രവർത്തകർക്കുപരി പാർട്ടി ഇല്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളും നാളെ പരിപാടി കാണാൻ എത്തും. നമ്മളൊരു 30,000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ യുവാക്കളായിട്ടുള്ള വാളണ്ടിയേഴ്സ് നാളെ കാണും. ഇപ്പോൾ നമ്മുടെ യുവമോർച്ചയുടെ ആൾക്കാരായാലും മഹിളാ മോർച്ചക്കാരായാലും എല്ലാവരും തിരക്കിലാണ്. മോദിജി വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തുന്നത്. തിരുവല്ലയിലെ പൊതുസമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്കായി തിരുവനന്തപുരത്തേക്ക് പോകും. ജനം, പത്തനംതിട്ട. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP 27 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രി L. മുരുകൻ അവനാശി നിയോജക മണ്ഡലത്തിൽ നിന്നും, ഒപ്പം തന്നെ മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ മൈലാപ്പൂരിൽ നിന്ന് മത്സരിക്കും. BJP മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ വാനതി ശ്രീനിവാസൻ കോയമ്പത്തൂരിൽ നിന്നും ജനവിധി തേടും. 234 അംഗ തമിഴ്നാട് നിയമസഭയിലേക്ക് പ്രമുഖ നേതാക്കളുടെയും പുതുമുഖങ്ങളുടെയും അടങ്ങിയ ആദ്യ പട്ടികയാണ് ഇപ്പോൾ BJP പുറത്തുവിട്ടിട്ടുള്ളത്. വീണ്ടും തെരഞ്ഞെടുപ്പ് പോർക്കളത്തിലേക്കാണ് പോകുന്നത്. യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന ബൈക്ക് റാലി പേരൂർക്കടയിൽ നിന്നും അല്പസമയത്തിനകം ആരംഭിക്കും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി R. ശ്രീലേഖയുടെ പ്രചാരണാർത്ഥമാണ് ബൈക്ക് റാലി നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മനോഹരമായ ബൈക്ക് റാലി ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ബൈക്ക് റാലി പുറപ്പെടും. ഒപ്പം തന്നെ പ്രത്യേകം അലങ്കരിച്ച ജീപ്പിലാണ് തേജസ്വി സൂര്യയും ഒപ്പം തന്നെ വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി R. ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആവേശം അലകടലായി മാറുന്ന കാഴ്ച തന്നെയാണ് നമുക്കിനി കാണാൻ സാധിക്കുക. തത്സമയത്തിലേക്ക് എന്തായാലും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരം മേയർ VV രാജേഷ് അടക്കമുള്ളവർ ഈ ബൈക്ക് റാലി അനുഗമിക്കുകയാണ്. എന്തായാലും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തകർ ഇതിനോടകം തന്നെ ആവേശമായി ബൈക്ക് റാലി അനുഗമിക്കുന്നുണ്ട്. തേജസ്വി സൂര്യ അദ്ദേഹം എത്തിച്ചേർന്നതോടെ തന്നെ ആവശ്യം തന്നെയാണ് NDA പ്രവർത്തകർക്കുള്ളത്, NDA ക്യാമ്പിനുള്ളത്. അല്പസമയത്തിനകം പേരൂർക്കടയിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തായാലും കിരൺ റിജിജു നയിക്കുന്ന റോഡ് ഷോ അല്പസമയത്തിനകം പേരൂർക്കടയിൽ നിന്നും ആരംഭിക്കും. അതേസമയം കുണ്ടറയിൽ നടക്കുന്ന NDA പൊതുസമ്മേളനത്തിൽ സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്
എന്നാലും തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിക്കുമ്പോൾ ശക്തമായ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുകയാണ് NTA. വിവിധ ഇടങ്ങളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എസികൾക്ക് അപ് ടു 50% ഡിസ്കൗണ്ടുമായി ഗോപു നദിര ജീവ ചില്ലാക്സ് ഓഫർ, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ, 0% ഡൗൺ പേയ്മെന്റ് ആൻഡ് 0% ഇൻട്രസ്റ്റ്. ഈസി EMI. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. കൂടാതെ നേടൂ നറുക്കെടുപ്പിലൂടെ 5 കാറുകൾ. ഗോപു നന്ദില ജീവ, കേരളത്തിൽ എല്ലായിടത്തും. ഒന്നെങ്കിൽ UDF അല്ലെങ്കിൽ LDF. ഈ ഒത്തുകളി ഭരണം കൊണ്ട് നമുക്ക് നീട്ടാൻ അടുപ്പൊന്നെരിയാൻ എന്നെ പോലുള്ള വീട്ടമ്മമാര് നെട്ടോട്ട് ഓടുക. എന്നാൽ നികുതി കുറച്ച് ആശ്വാസം തരാൻ ഇവിടുത്തെ സർക്കാരിന്റെ തയ്യാറുമല്ല. നിങ്ങൾ കരുതുന്ന പോലെ അടിച്ചമർത്താൻ കഴിയുന്നതല്ല ഈ ജനരോഷം. ഇതിനൊരു അവസാനം വേണം. അർഹരായ കുടുംബങ്ങൾക്ക് ഓണത്തിനും ക്രിസ്മസിനും സൗജന്യ സിലിണ്ടർ. ഇതാണ് മാറ്റം. ഇതാണ് വികസിത കേരളം. വീടും മനസ്സും തണുക്കാൻ AC പിട്ടാപ്പിള്ളിൽ നിന്ന് തന്നെ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്. നമ്മൾ ലോകകപ്പ് ജയിച്ചപ്പോൾ കേവലം നമ്മുടെ ടീമല്ല ജയിച്ചത്, മൊത്തം രാജ്യമാണ് ജയിച്ചത്. ആ നിമിഷം എല്ലാ കളിക്കാരും എല്ലാ നാട്ടുകാരും അഭിമാനം കൊള്ളുകയായിരുന്നു. എന്നാൽ ഈ വിജയം അവിചാരിതമായി വന്നതല്ല. ലോകകപ്പ് സമയത്ത് കോച്ചും നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫും ഓരോ ടീമിന്റെയും ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും ശേഖരിക്കുമായിരുന്നു. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് നമ്മൾ നമ്മുടെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയത്. തുടർന്ന് കളത്തിലിറങ്ങി ആ തന്ത്രങ്ങൾ യാഥാർത്ഥ്യമാക്കി. ശരിക്കും ഇതേപോലെ രാജ്യത്ത് സെൻസസ് 2027 ആരംഭിക്കാൻ പോകുന്നു. എന്യൂമറേറ്റർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. അവർ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെടും കുറെ ഡാറ്റകൾ. പിന്നെ ഈ ഡാറ്റയെ അടിസ്ഥാനമാക്കി രാജ്യം നയങ്ങളും പദ്ധതികളും രൂപപ്പെടുത്തും. അങ്ങനെ ഓരോ പൗരനിലേക്കും എത്തണം പുരോഗതിയും വികസനവും. അതിനാൽ എന്യൂമറേറ്റർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് സത്യവും കൃത്യവുമായ വിവരങ്ങൾ തീർച്ചയായും നൽകുക. കാരണം ശരിയായ തന്ത്രത്തിലൂടെ ഒരു മത്സരം ജയിക്കുന്നത് പോലെ കൃത്യമായ ഡാറ്റയുടെ ബലത്തിൽ രാഷ്ട്രവും മുന്നോട്ടു പോകുന്നു. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം. ചിറയൻകീഴ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി VS അനൂപിനെ താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്, ദിലീപ്സ് ആർക്കേസ് ഈസ് ദ പാത്ത്. ആദ്യം തീരുമാനമെടുക്കുന്നവർ എവിടെയും മുന്നിലായിരിക്കും. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. മാറ്റം തുടങ്ങാം, മാറാത്തത് മാറും. ഇനി കേരളം വളരും. ചെങ്ങന്നൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി MV ഗോപകുമാറിനെ വിജയിപ്പിക്കുക. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. വീണ്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പോവുകയാണ്. വട്ടിയൂർക്കാവ് NTA സ്ഥാനാർത്ഥി R. ശ്രീലേഖയുടെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പേരൂർക്കടയിൽ നിന്നും ബൈക്ക് റാലി ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം അതിൽ ഏറെ ശ്രദ്ധേയമായ കാര്യം യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ പങ്കെടുക്കുകയാണ്. ഒപ്പം നിരവധി പ്രവർത്തകരുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ മേയർ, തിരുവനന്തപുരം മേയർ VV രാജേഷ് ഒപ്പം ഈ ഒരു യാത്രയെ അനുഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തുറന്ന ജീപ്പിൽ ആ വലിയ വാഹന സന്നാഹത്തോടു കൂടി ആ ഒരു ജാഥ പ്രചാരണ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത്രത്തോളം ഒരു ജനപങ്കാളിത്തമുണ്ട്. പേരൂർക്കടയെ ഇളക്കി മറിച്ചുകൊണ്ട് ആവേശം വാനോളമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് അമ്പാടി കൂടി ചേർന്നുണ്ട്. രഞ്ജിത്ത്, എന്തായാലും എത്രത്തോളം ആവേശം? റോഡ് ഷോ തന്നെയാണ് ഇപ്പോൾ, ബൈക്ക് റാലി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനും MPയുമായ തേജസ്വി സൂര്യ
ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. കേരളത്തിലെ ഇടതു വലത് മുന്നണികളുടെ വർഗീയ നീക്കങ്ങൾക്കെതിരെ അദ്ദേഹം അതിശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. ഒരു വലിയ അവസരമാണ് വട്ടിയൂർക്കാവിലെ ജനതയ്ക്ക് വന്നിട്ടുള്ളത്. 33 വർഷം സ്തുത്യർഹമായ സേവനം ചെയ്ത ആർ ശ്രീലേഖ എന്ന കറകളഞ്ഞ വ്യക്തിത്വത്തിനുടമ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എല്ലാ വോട്ടുകളും നൽകി വിജയിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആരാധ്യനായ തിരുവനന്തപുരത്തിന്റെ മേയർ VV രാജേഷ് അടക്കം ഈ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പേരൂർക്കടയുടെ ഏറ്റവും ശക്തമായി രാജവീതിയിലൂടെ കടന്നു പോവുകയാണ്. വട്ടിയൂർക്കാവിന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണം രണ്ട് മുന്നണികളെ പിന്നിലാക്കിക്കൊണ്ട് ഇത്തവണ വട്ടിയൂർക്കാവിൽ താമര വിരിയുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വലിയ പ്രചരണം. ആ പ്രചരണത്തിന് ആവേശം പകർന്നുകൊണ്ടാണ് തേജസ്വി സൂര്യ എന്ത് പറയാനുണ്ട് എന്ന് നോക്കാം. Srilekha ji is a dream candidate for any election. She is educated. She has a strong record as a very good administrator. The first DGP, woman DGP in Kerala. The first woman IPS officer in Kerala. She is a symbol of woman empowerment. She is a symbol of how aspirational and ambitious the young people of Kerala are. It is the duty of every young voter in this constituency to rally their support behind a person like Srilekha ji and ensure that she wins with a thumping victory. Her win means a win for development. Her victory is a victory of Vikasita Keralam. Her victory is a victory of inclusive development and a bright, prosperous future for the young of this state. എന്തായാലും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വമ്പൻ ആവേശത്തോടു കൂടി പേരൂർക്കടയെ ഇളക്കി മറിച്ചുകൊണ്ട് തേജസ്വി സൂര്യ നയിക്കുന്ന ആ റോഡ് ഷോ കടന്നു പോവുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെ പ്രചാരണാർത്ഥമായാണ് റോഡ് ഷോ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഈ റോഡ് ഷോ ഇവിടെ നിന്നും കവടിയാർ വരെ നീണ്ടു നിൽക്കും. ഒപ്പം ഈ റോഡ് ഷോയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷ് അനുഗമിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തകർ തുറന്ന ജീപ്പുകളിൽ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിലൊക്കെ തന്നെയും നിരവധി പ്രവർത്തകർ തന്നെയാണ് റോഡ് ഷോയുടെ ഭാഗമാകുന്നത്. രഞ്ജിത്ത് അമ്പാടി ഒരിക്കൽ കൂടി ചേർന്ന്. രഞ്ജിത്ത്, എന്തായാലും ആവേശം മാനോളം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ കനത്ത അല്ലെങ്കിൽ എന്താ പറയുക ശക്തമായൊരു വിജയം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം മേയർ VV രാജേഷ് കൂടി അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയാണ്. എന്താണ് മേയറുടെ വാക്കുകൾ? അതിലേക്ക് പോവാം. തീർച്ചയായും വളരെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് വട്ടിയൂർക്കാവിൽ NDA ഉള്ളത്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായി BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിൽ വന്നിരിക്കുന്നു. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന തിരുവനന്തപുരത്തിന്റെ ആരാധ്യനായ മേയർ VV രാജേഷ് കൂടി ഇപ്പോൾ ഈ യാത്രയിൽ ഉടനീളമുണ്ട്. അദ്ദേഹം ശുഭാവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. പറഞ്ഞത് വട്ടിയൂർക്കാവിലെ ജനതയ്ക്ക് ഒരു വലിയ അവസരം വന്നിരിക്കുകയാണ്. ശ്രീലേഖയെ പോലെ ഒരു കാൻഡിഡേറ്റിനെ, ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത്രയും കാലത്തെ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള അഴിമതിയുടെയും കറപുരളാത്ത ഒരു വ്യക്തിത്വം, ഈ വട്ടിയൂർക്കാവിന്റെ മണ്ണിൽ വികസനം എത്തിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള വ്യക്തിത്വം, നരേന്ദ്രമോദിയുടെ രാജ്യത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന് വോട്ട് ചെയ്യുക. ഇനിയെല്ലാം വട്ടിയൂർക്കാവിലെ ജനതയുടെ കയ്യിലാണ്. വട്ടിയൂർക്കാവിലെ ജനതയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ രണ്ട് മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായി വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന BJP NDA സാരഥിക്ക് വോട്ട് ചെയ്താൽ അതിന്റെ ഗുണമുണ്ടാകുമെന്ന് വരെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും വളരെ വലിയ ആവേശം. മഴയെ അല്പസമയം മുമ്പ് വലിയ കനത്ത മഴ പെയ്തിരുന്നു. ആ മഴയെ അവഗണിച്ചുകൊണ്ടും വലിയ ജനക്കൂട്ടം തന്നെയാണ് ഈ റോഡ് ഷോയിൽ ഉടനീളമുള്ളത്. ഈ റോഡിന്റെ രണ്ട് വശങ്ങളിലും നിരവധി ആളുകൾ നിൽക്കുന്നു. അവരെല്ലാം തന്നെ തേജസ്വി സൂര്യയെ ചെയ്യുന്നുകൊണ്ട് നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് വട്ടിയൂർക്കാവിലെ റോഡ് ഷോ കടന്നു പോകുന്നു എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. രഞ്ജിത സൂചിപ്പിച്ചതുപോലെ ഒരു മഴ പെയ്തതും ശുഭസൂചന തന്നെയാണ്. ഇത്രത്തോളം ഒരു ചൂട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ ചൂട് പോലും വഴിമാറി നിൽക്കുന്നു. അത്രത്തോളം ഈ ഒരു NDAയുടെ പ്രചരണ പരിപാടിക്ക് അനുകൂലമാകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് വഴിമാറുമ്പോൾ അത്രത്തോളം ഒരു ആവേശം തന്നെയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തകർ ഈ ഒരു റാലി അനുഗമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാൽ കൂടിയും എവിടെയാണ് ഈ റാലി ഇനി എത്തിച്ചേരുക? ഇനി അടുത്ത പോയിന്റ് എങ്ങനെയാണ്? എത്രത്തോളം സ്വീകരണമാകും ഇനി ഉണ്ടാവുക?
പേരൂർക്കടയിലെ ലോ അക്കാഡമി മുതൽ കവടിയാർ വരെയാണ് ഈ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. ആ റോഡ് ഷോയിൽ തേജസ്വി സൂര്യ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിരവധി പരിപാടികളുമുണ്ട്. നേരത്തെയും ചില പരിപാടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെടുക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും കേന്ദ്ര നേതാക്കന്മാർ എത്തിയിരിക്കുന്നു. എല്ലായിടങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രചരണം നടക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് അരുവിക്കരയിൽ നമ്മൾ പോയിരുന്നു. സ്മൃതി ഇറാനി അവിടെ പങ്കെടുത്തു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ആ വലിയ റോഡ് ഷോയിലും പങ്കെടുത്തത്. ഇപ്പോൾ ഇതാ പേരൂർക്കടയിൽ നിന്ന് അല്പസമയം മുമ്പ് ആരംഭിച്ച ഈ റോഡ് ഷോ കവടിയാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ മഴയെ വകവയ്ക്കാതെ, വെയിലിനെ വകവയ്ക്കാതെ പ്രവർത്തകർ ആവേശത്തിലാണ്. ഇക്കുറി കേരളത്തിന്റെ നിയമസഭയിലേക്ക് നിരവധി BJP MLA-മാരെ NDA MLA-മാരെ എത്തിക്കുമെന്ന് പ്രവർത്തകർ ആവേശത്തോടെ പറയുന്നു. ഇന്ന് ഉച്ചയ്ക്ക് സ്മൃതി ഇറാനി പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ പ്രചരണത്തിലെത്തുമ്പോൾ പ്രവർത്തകർ തന്നെ ചോദിക്കും, എന്തെങ്കിലും ആവേശമുണ്ടോ, എന്തെങ്കിലും സാഹചര്യമുണ്ടോ നമുക്ക് അനുകൂലമായിട്ട് എന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അവർക്കുറപ്പുണ്ട് ഇത്തവണ താമര വിരിയും. ഒന്നല്ല രണ്ടല്ല, നിരവധി മണ്ഡലങ്ങളിൽ താമര വിരിയും. NDA-യുടെ BJP-യുടെ കരുത്തുറ്റ നേതാക്കൾ കേരളത്തിന്റെ നിയമസഭയിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ കയറിയിരിക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും അഴിമതിയെ നിയമസഭയ്ക്കകത്ത് വെച്ച് വെല്ലുവിളിക്കാൻ ഇക്കുറി നിരവധി BJP NDA സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യെസ്, അതിനെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ആവേശം അലകടലാവുകയാണ്. എന്തായാലും മറ്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Dilip Sarkis, study abroad. Europe is the hope. Dilip Sarkis is the path. നന്ദി കേരളത്തിനും താങ്കൾക്കും ഫ്രം ആറ്റംബർഗ്. ഇന്ത്യസ് നമ്പർ 1 BLDC ഫാൻസ്. ഇന്ത്യയിലെ നമ്പർ 1? അതിന് എനിക്ക് എന്തിനാണ് നന്ദി? ചേട്ടാ, ഫസ്റ്റ് കേരളയുടെ നമ്പർ 1, പിന്നാലെ ഇന്ത്യയുടെ നമ്പർ 1. India's number 1 BLDC fans. Attenborough. What a fan! അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. IACET അക്രഡിറ്റേഷന്റെ വാല്യൂ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യൂ. അമേരിക്കയിലെ ഫീസ് ഒന്നുമില്ല, നാട്ടിലെ ഫീസ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ട്രസ്റ്റ് ദ ട്രാക്ക് റെക്കോർഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദാറ്റ്സ് വൈ ഐ എം വിത്ത് IBIS. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBISലൂടെ. IBIS Academy of Higher Education. മാറ്റം തുടങ്ങാം, മാറാത്തത് മാറും, ഇനി കേരളം വളരും. ചെങ്ങന്നൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി MV ഗോപകുമാറിനെ വിജയിപ്പിക്കുക. ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF. ഒത്തുകളി ഭരണം കാരണം നമുക്കെന്ത് കിട്ടി? പൊള്ളുന്ന മരുന്ന് വില. നിങ്ങൾ കരുതുന്നത് പോലെ അടിച്ചമർത്താൻ കഴിയുന്നതല്ല ഈ ജനരോഷം. ഇതിനൊരു അവസാനം വേണം. എയിംസ് ആദ്യമായി കേരളത്തിൽ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം. ഇനി പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം കുണ്ടറയിൽ നടക്കുന്ന NDA സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പങ്കെടുക്കുകയാണ്. തത്സമയത്തിലേക്ക്. FCRA Act is going to be amended and they are telling the Christian community in Kerala that we are going to take over the church land, the church property. The government is going to take over all the Christian missionary organizations. This kind of propaganda
I have heard. Today, I have come to Kerala to tell the Christian communities, don't listen to this Congress or communists. We give guarantee, nothing will happen to you. We are going to protect all the Christian organizations also, and all other organizations, even they are good Muslims. We want to protect them, but we will not protect those radicals. We will not protect those who work against the security of India.